എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെങ്ങോല പഞ്ചായത്തിലെ വാരിക്കാട് ആർക്കാച്ചേരി പൊട്ടക്കുളം നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതി 2023 വിജിലൻസിന് നൽകിയതാണെന്ന് പെരുമ്പാവൂർ സ്വദേശി അനൂപ് MS. അഴിമതിക്കെതിരെയുള്ള അന്വേഷണ ഏജൻസിയാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നുള്ളത്. പക്ഷെ വിജിലൻസ് അഴിമതി നടത്തിയെന്നുള്ള സാധാരണ ആരും വിശ്വസിക്കില്ല. പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരായി വിജിലൻസ് മാറി. അവർക്കെതിരെ പരാതി പറഞ്ഞ് മടുത്തു. വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, തെളിവ് സഹിതം തന്നെയാണ് കൊടുത്തത്, ഗവർണർക്കും പരാതി കൊടുത്തു. അപ്പം അതിനൊന്നും നടപടിയില്ല. വേറൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ മാറ്റമൊന്ന് ചുരുക്കി പറയാം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വെങ്ങോല പഞ്ചായത്തിലെ 12ാം വാർഡിൽ പണിത ഒരു കുളം, ആക്കാച്ചേരി പൊട്ടക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ആ കുളത്തിലേക്ക് 20 ലക്ഷം രൂപ ഫണ്ട് കൊണ്ടുവന്ന് വ്യാജരേഖ ഉണ്ടാക്കിയാണ്. വഴിയില്ലാത്ത കുളത്തിലേക്ക് വഴിയുണ്ടെന്നും 10 സെന്റ് വിസ്തൃതിയില്ലാത്ത കുളം 42 സെന്റ് വിസ്തൃതി ഉണ്ടെന്നും കുളത്തിന് സമീപമുള്ള ഒരു വീട് ഇടിഞ്ഞു വീഴുമെന്നും പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർ ലെറ്റർ പാഡിൽ എഴുതി, അതിൻ്റെ അകത്ത് അവിടെയുള്ള പ്രദേശവാസികളെ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് 20 ലക്ഷം രൂപ ഫണ്ട് കൊണ്ടുവന്നത്. ആ കുളം പണിതപ്പോൾ ചെടി മാറാതെ കുളം പണിതു. പിന്നെ വഴിയില്ലാത്ത കുളത്തിലേക്ക് ഇറക്കി റാമ്പ് പണിതു. 10 സെന്റ് വിസ്തൃതിയില്ലാത്ത വഴിയില്ലാത്ത കുളത്തിൽ നിന്നും 256 m³ മണ്ണ് വാരി മാറ്റി. അത് അതിൻ്റെ എംബിക്കുൽ പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച്, ഈ അഴിമതി ചൂണ്ടിക്കാണിച്ച് വിജിലൻസിന് ഞാൻ പരാതി കൊടുത്തിരുന്നു. വിജിലൻസ് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാതെ ഒരു തെറ്റായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. അതിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തിയപ്പോൾ നവകേരള സദസ്സിൽ പരാതി കൊടുത്തു. വിജിലൻസ് ഡയറക്ടർക്കും പരാതി കൊടുത്തു. അതിനുശേഷം നടത്തിയ വിജിലൻസിന്റെ 2ാമത്തെ അന്വേഷണ റിപ്പോർട്ടും തെറ്റായിരുന്നു. അത് എന്നെ പരാതിക്കാരനെ കുറ്റപ്പെടുത്തിയൊരു റിപ്പോർട്ടാണ് വിജിലൻസ് തയ്യാറാക്കിയത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. മറ്റൊരു വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കള്ള റിപ്പോർട്ടാണ് വച്ചിട്ടുള്ളത്. ആ കേസ് ഇപ്പോൾ നടക്കുന്നത് 2024 നവംബറിൽ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടേക്കുന്നതാണ്. വിജിലൻസ് നീക്കാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിട്ടാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം തന്നെ മൊഴിയൊക്കെ എടുത്തു. പക്ഷേ അന്വേഷണം ഒച്ചയിടുന്ന രീതിയിലാണ് പോണത്. ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയുള്ള പരാതി ഞാൻ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് കൊടുത്തത്. ഗവർണർ അത് മുഖ്യമന്ത്രിക്ക് സർക്കാരിന് കൈമാറി. മുഖ്യമന്ത്രി പരാതി പരിഹാര സെല്ലിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലായി, സാധാരണ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി രജിസ്റ്റർ ചെയ്ത 2 ആഴ്ചയുള്ള റിപ്ലൈ കിട്ടും. പക്ഷെ ഇത് 1.5 മാസമായിട്ടും ഒരു മറുപടി തരാൻ പോലും വിജിലൻസ് തയ്യാറായിട്ടില്ല. കാരണം പരാതി വിജിലൻസിന് കൈമാറി, വിജിലൻസ് ഡയറക്ടർ കൈമാറ്റം ചെയ്തേക്കുന്നതാണ്. പക്ഷെ 1.5 മാസമായിട്ടും അത് നടപടി എടുക്കാൻ മറുപടി തരാൻ വിജിലൻസ് തയ്യാറായിട്ടില്ല. കേരള മുഖ്യമന്ത്രിക്ക് വിജിലൻസ് അത്രയും വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ പോലും വിജിലൻസ് കള്ള റിപ്പോർട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അത് വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. കാരണം ഞാൻ അതിൻ്റെ പുറകെ നടന്ന് മടുത്തു.